ഓരോ വ്യക്തിക്കും ഒരു കഥയുണ്ട്, ഓരോ ചിരിക്കും ഒരു കഥ, ഓരോ മുഖത്തിനും ഒരു സ്റ്റോറിയുണ്ട്. ഞങ്ങൾ നിങ്ങളെ കാണുന്നത് ഒരു രോഗിയായിട്ടല്ല, ഒരു വ്യക്തിയായിട്ടാണ്. എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വരുന്നത് ബേസിക്കലി ഒന്നുകിൽ പെയിൻ ആൻഡ് ഡിസ്കംഫർട്ട്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളൊരു പെയിനാണ്. എനിക്ക് എന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ചിരിയിലൂടെ എനിക്ക് ആരോടും എൻ്റെ വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത്. ഇപ്പോൾ എല്ലാവരും സെൽഫി എടുക്കുന്നവരാണ്, ചെറിയ കുട്ടികൾ തുടങ്ങി എല്ലാവരും സെൽഫി എടുത്ത് പോസ്റ്റ് ഇഷ്ടപ്പെടുന്നവരല്ലേ. സെൽഫി ഇല്ലെങ്കിൽ, നമ്മൾ സോഷ്യൽ പ്രസൻസ് ഇല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ ഹലോ ഗോയ്സ് എന്ന് പറയാൻ തന്നെ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല. പണ്ട് നമുക്ക് ഒറ്റക്കമ്പി, കട്ടക്കമ്പി അങ്ങനെയായിരുന്നു, അതിന്റെ കാലഘട്ടമായിരുന്നു. ഇപ്പൊ കമ്പിയില്ല കമ്പി എന്ന് പറയുന്ന സാധനം കൂടി. എനിക്കൊന്ന് വൺ ഓഫ് ദി പൈനിയേഴ്സ്, അത് പൈനിയർ ആണോ ഡോക്ടറല്ലേ ഏറ്റവും ആദ്യമായിട്ട് അങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അതെ, ബേസിക്കലി ഫേഷ്യൽ എസ്തെറ്റിക്സും ഡെന്റിസ്റ്റും ഒരുമിച്ചുള്ള ആദ്യത്തെ ബ്രാൻഡ് കേരളത്തിലെ ഫാസറ്റ്സ് ആണ്. ബാക്കിയുള്ളവരെല്ലാം എങ്ങനെ ബ്രേസസ് ഇടാമെന്ന് ചിന്തിച്ചപ്പോൾ മൊത്തത്തിൽ ഇവിടെ എങ്ങനെ മാറ്റാമെന്ന് ചിന്തിച്ചു. ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്ലാൻ എനിക്ക് അന്നേ ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് മെന്റേഴ്സ് ഇല്ലാഞ്ഞുകൊണ്ടായിരിക്കണം. കാരണം വെച്ചാൽ ഞാൻ ആരെയും ഫോളോ ചെയ്തില്ല. സോ ഐ ഹാവ് ടു ഫൈൻഡ് മൈ ഓൺ വേ. ഫേഷ്യൽ എസ്തെറ്റിക്സ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ യോഗ്യരാരാന്ന് ചോദിച്ചാൽ ഡെന്റിസ്റ്റാണ്. ഡെർമറ്റോളജി അവരല്ലേ? അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. കാര്യം ഫേഷ്യൽ മസിൽസും ഇതിനെ പറ്റിയുള്ള എല്ലാ വിഷയവും എല്ലാ ദിവസവും അകത്ത് ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഞങ്ങളാണ്. ലോകത്തിൽ ഈ ചികിത്സകളൊക്കെ ഏറ്റവും നല്ലതും ഏറ്റവും ചെലവ് കുറഞ്ഞും കിട്ടുന്നത് കേരളത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമ്മളുടെ ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കാൻ തുടങ്ങി. ഹോൾട്ട് എന്ന് പറയും, ഹംഗ്രി, ആംഗ്രി, ലേറ്റ്, ടയർഡ് എന്ന് പറയുന്നത് നിസ്സാര ഉദാഹരണം പറയുന്നത്. ഞാനിപ്പോൾ വിശന്നിരിക്കുന്ന സമയത്താണെങ്കിലോ, ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്താണെങ്കിലോ, ഞാൻ ലേറ്റ് ആയിരിക്കുന്ന സമയത്താണെങ്കിലോ, ഞാൻ ടയർഡായിരിക്കുന്ന സമയത്തായിരിക്കോ ഒരു പേഷ്യൻറ്റിനെ ഞാൻ ചികിത്സിക്കേണ്ടി വന്നാൽ എൻ്റെ തീരുമാനങ്ങൾ തെറ്റാണ്. ഇപ്പോൾ എല്ലാവരും പ്രൈവസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണും. പണ്ട് നമ്മൾ ഹോള് പോലെയുള്ള സ്ഥലങ്ങളിലാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് 4 ചെയറൊക്കെ ഇങ്ങനെ നിരത്തിയിടും. ഇപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് വന്നിരിക്കാൻ കുറേ പേർക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ഞാൻ കാണുന്നൊരു ഏറ്റവും വലിയ വയലേഷൻ എന്താ പറയുക, എൻ്റെ അടുത്ത് ഒരാൾ വരുന്നു, പല്ലിന് ഗ്യാപ്പുണ്ട് എന്ന് പറഞ്ഞ് വരുന്നു. ഈ ഗ്യാപ്പുള്ള വ്യക്തിക്കുള്ള ട്രീറ്റ്മെൻറ്റുകളായിട്ട് 3 ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ 4 ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ. നല്ല പല്ലിനെ ചെറുതാക്കിയിട്ട് എന്നിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഒറിജിനൽ അല്ല കാണിക്കുന്നത്. ദാറ്റ് ഈസ് മിസ്ലീഡിങ്. പബ്ലിക് നോക്കുമ്പോൾ ഭയങ്കര വികൃതമായൊരു ഫേസിനെ പെട്ടെന്ന് ശരിയാക്കിയിരിക്കുന്നു. ഞാൻ പലയിടത്തും കണ്ടു. ഇപ്പോൾ അത് ഒരാൾ പോലും സന്തോഷത്തോടെ അല്ല ആ സമയത്ത് സംസാരിക്കുന്നത്. ഐ ഓൾവേസ് സേ ഐ ഡോണ്ട് ഫോളോ ട്രെൻഡ്സ്, ഐ ക്രിയേറ്റ് സിസ്റ്റംസ്. ഒരു ദന്ത ഡോക്ടർ എന്ന് പറയുമ്പോൾ ആദ്യകാലങ്ങളിൽ അത് പല്ലിൻ്റെ അസുഖങ്ങൾ മാത്രം മാറ്റുന്ന ഒരാളായിരുന്നു. പിന്നീട് അങ്ങോട്ട് ബ്രേസസ് ഇടുക, ക്ലിപ്പിട്ട് പല്ല് താത്തുക, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സിലേക്ക് ഡെൻറ്റിസ്ട്രി എത്തിയിരിക്കുകയാണ്. ഇന്ന് സൈന ബിസിനസ് ആൻഡ് ബിയോണ്ടിൽ എനിക്കൊപ്പമുള്ളത് ഡോക്ടർ സെബിയാണ്. ഡോക്ടർ സെബിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി വളരെ അടുപ്പമുള്ള ഡോക്ടറാണ്. ഈ ബ്രേസസ് എന്ന് പറയുമ്പോൾ എൻ്റെ പല്ലിൻ്റെ ബ്രേസസ് ഇട്ടത് ഡോക്ടർ സെബിയാണ്. ഡോക്ടർ അന്ന് ഞാൻ കാണുമ്പോൾ താങ്കൾ ഫേസറ്റ്സിൽ ഡോക്ടർ സ്വന്തം ഒരു സ്ഥലമായിരിക്കുന്നൊരു കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് ഞാൻ അന്വേഷിക്കുമ്പോൾ ഡോക്ടർ സെബി എന്ന് പറയുന്ന ഒരാൾ പല ബ്രാഞ്ചുകളിലായിട്ട് വളർന്നിരിക്കുന്നതായിട്ടാണ് ഞാൻ അറിയുന്നതല്ലേ? അതെ, തീർച്ചയായിട്ടും. രേണു എനിക്ക് തോന്നുന്നു 2010-11 കാലഘട്ടത്തിലായിരിക്കണം അല്ലേ? അതെ അതെ. അപ്പോൾ ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നു. അതിനുശേഷം തിരിച്ചു വന്നതിന് ശേഷം ആദ്യം ഒരു ഫേഷ്യൽ എസ്തെറ്റിക്സ് ആൻഡ് ഡെൻറ്റിസ്ട്രീനെ കമ്പൈൻ ചെയ്തിട്ടൊരു ഒരു ബ്രാൻഡ്, അതാണ് ഫാസറ്റ്സ് എന്നുള്ള പേരിട്ടത്. അങ്ങനെ തുടങ്ങി അങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുകയായിരുന്നു. കാരണം കൊച്ചിക്കാർ പതുക്കെ എസ്തെറ്റിക്സിലേക്ക് ചിന്ത വരുന്ന സമയമാണ്. അവിടെ നിന്ന് ജനങ്ങൾ ആ സ്ഥാപനത്തിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം ഇരുന്നത് ഗിരുനഗറിലാണ്. അപ്പോൾ തന്നെ ഒരു നല്ലൊരു കസ്റ്റമർ ബേസ് അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് ബേസ്, ഒരു പേഴ്സണൽ കണക്ഷൻസൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. അത് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തന്നു. കാരണം നമ്മൾ അന്ന് പറയാൻ ഉദ്ദേശിച്ച ഫിലോസഫി, യു കനോട്ട് ഫേസ് എ പ്രോബ്ലം വിത്ത് യുവർ സ്മൈൽ ഇഫ് ദ പ്രോബ്ലം ഈസ് യുവർ ഫേസ് ആൻഡ് സ്മൈൽ. അപ്പോൾ ആ ഒരു ചിന്ത, അതുമാത്രമല്ല, ഞങ്ങൾ നിങ്ങളെ കാണുന്നത് ഒരു രോഗിയായിട്ടല്ല, ഒരു വ്യക്തിയായിട്ടാണ്. അതായത് എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വരുന്നത് ബേസിക്കലി ഒന്നുകിൽ പെയിൻ ആൻഡ് ഡിസ്കംഫർട്ട്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളൊരു പെയിനാണ്. എനിക്ക് എന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ചിരിയിലൂടെ എനിക്ക് ആരോടും എൻ്റെ വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ഞാൻ കൃത്യമായിട്ട് സൊല്യൂഷൻസ് അന്നേ തുടങ്ങി നമ്മൾ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അത് എനിക്ക് തന്നൊരു ഊർജ്ജമാണ് എന്നെ
മനസ്സിലാക്കി എന്നുള്ള ഊർജ്ജത്തിലാണ് ഞാൻ അതിനെ എങ്ങനെ കുറച്ചുകൂടെ ജനോപകാരപ്രദമാക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്ത് വെച്ചാൽ ആദ്യത്തെ ട്രൈ എന്ന് പറയുന്നത് ഞാൻ ഈ ഫാസറ്റ്സിൻ്റെ തന്നെ കുറച്ച് 2, 3, 4 ബ്രാഞ്ചസ് ഉണ്ടാക്കുകയായിരുന്നു. അത് 12 ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഫിലോസഫിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് എല്ലാവരും അതേപോലെ തന്നെ ഉൾക്കൊള്ളണമെന്നില്ല, അതായത് ഈവൻ പ്രൊഫഷണൽസ് വരെ. ദെൻ ഐ തോട്ട് ഐ ജസ്റ്റ് കട്ട് ഡൗൺ. അതിനെ ഞാൻ എൻ്റെ പേഴ്സണൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതാണ് ഫാസറ്റ്സ്. അതവിടെ വെച്ചു. അത് വെച്ചിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് ഞാനൊരു പുതിയൊരു സ്പെഷ്യാലിറ്റി ബേസ്ഡ് നിഷ് മാർക്കറ്റിലേക്ക് ഇറങ്ങാം. അതിനു മുമ്പ് ഞാൻ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ അവബോധപ്പെടുത്തണമല്ലോ. അവരുടെ എംപവർമെൻറ്റിന് ഞാനൊരു വലിയൊരു ഇത് കാണുന്നുണ്ട്. കാരണം വെച്ചാൽ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് കിട്ടേണ്ട എല്ലാ അറിവും അവർക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചൊരു IT ബേസ് ചെയ്തിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് പിന്നെ ഞാൻ അതിനകത്ത് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഈ മാസം ഒരു വലിയൊരു വെബ് പോർട്ടൽ പബ്ലിക്കിന് വേണ്ടി മൾട്ടി ലിംഗ്വൽ വെബ് പോർട്ടൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്, dentalexperience.in എന്ന് പറഞ്ഞിട്ട്. അത് പബ്ലിക് എംപവർമെൻറ്റിൻ്റെ. ഞാൻ ഇതിനിടയിൽ LLB ചെയ്തു. അന്ന് രേണു കണ്ടതിന് ശേഷമാണ് ഞാൻ LLB ചെയ്യുന്നത്. അതിന് മെഡിക്കൽ എത്തിക്സ് ആൻഡ് ലോയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തതിൻ്റെ ഇടയിൽ പിന്നെ LLB ചെയ്തു നമ്മുടെ ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളത്തിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായത് ജനങ്ങളുടെ അവകാശങ്ങൾ ഒരു വലിയൊരു ഏരിയയാണ്. അപ്പോൾ അവരെ എംപവർ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി അവർക്ക് ഇപ്പോഴുള്ള ഫോൾസ് നോഷൻസ്, അതായത് ഇപ്പോൾ നമ്മൾ പണ്ട് ഡെൻറ്റിസ്റ്റിനെ എങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്, അത് നല്ല നല്ല ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ അവർക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് അവരിലേക്ക് എത്തിക്കാം എന്നുള്ള ചിന്തയിലായിട്ടാണ് ഒരു മൾട്ടി ലിംഗ്വൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഈ മാസങ്ങളിൽ അത് ലോഞ്ച് ചെയ്യും. ഇത് 25ാമത്തെ വർഷമാണ് ഞങ്ങളുടെ പ്രാക്ടീസിൽ. അപ്പോൾ പിന്നെ ഇങ്ങനെ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് വേറൊരു ഈ പല്ല് കമ്പിയുടെ, പണ്ട് നമുക്ക് ഒറ്റക്കമ്പി, കട്ടക്കമ്പി അങ്ങനെയായിരുന്നു, അതിൻ്റെ കാലഘട്ടമായിരുന്നു. ഇപ്പം കമ്പിയില്ല കമ്പി എന്ന് പറയുന്ന സാധനം കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ പ്രിവെൻറ്റീവ് എസ്തെറ്റിക്സ് അതിലേക്ക് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഇപ്പം എല്ലാവരും സെൽഫി എടുക്കുന്നവരാണ്, ചെറിയ കുട്ടികൾ തുടങ്ങി എല്ലാവരും സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ. സെൽഫി ഇല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ പ്രസൻസ് ഇല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ ഹലോ ഗോയ്സ് എന്ന് പറയാൻ തന്നെ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഓക്കെ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ആ ഒരു കോൺഫിഡൻസ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം തന്നെ പല പ്രൊഫഷനിലുണ്ട് ഇനിയുള്ള കാലത്തേക്ക്. അപ്പോൾ അത് പാരൻസിന് പലർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ഈ പ്രിവെൻറ്റീവ് എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഫേഷ്യൽ ഗ്രോത്ത് ഇതിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം, ചെറുപ്പത്തിലേക്ക് കിട്ടിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബ്രാൻഡ്, അതിനകത്ത് അപ്ലയൻസസ്, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഫങ്ഷണൽ അപ്ലയൻസസും കൂടെ ചേർത്ത്, കാരണം TMJ പ്രശ്നങ്ങൾക്കും പിന്നെ നമ്മളുടെ സ്നോറിങ് സ്ലീപ്പിൻ്റെ പ്രശ്നങ്ങൾക്കും പിന്നെ ഡെഞ്ചേഴ്സ് ഇതെല്ലാം ചേർത്തിട്ട് ഒരു സ്പെഷ്യാലിറ്റി ബ്രാൻഡ് D4K ഡിജിറ്റൽ ഡൈനാമിക് ഡ്രിവൺ ആൻഡ് ഡെഡിക്കേറ്റഡ് ഡെൻറ്റിസ്ട്രി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് തുടങ്ങി. അത് ശരിക്കും 5 ബ്രാഞ്ചോളം ആയിട്ടുണ്ട്. അത് ഇറ്റ്സ് നോട്ട് പബ്ലിസൈസ്ഡ് യെറ്റ്, ബട്ട് ഇറ്റ് വിൽ ബി സൂൺ പബ്ലിസൈസ്ഡ്. അപ്പോൾ ഞാനിതിൻ്റെ ആദ്യത്തേന്ന് തന്നെ ചോദിക്കാം. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ പലരും പറയുന്ന ബ്രേസസിനെ കുറിച്ച് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ പല ട്രീറ്റ്മെൻറ്റുകൾ, വെനീർ, അങ്ങനെ പലതും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതമില്ല. കാരണം ഡോക്ടറെ എനിക്ക് പണ്ട് തൊട്ട് അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ ഈ പോപ്പുലറായ പല ട്രീറ്റ്മെൻറ്റുകളും ഡോക്ടറുടെ ക്ലിനിക്കിൽ പണ്ട് തൊട്ടുണ്ട്. കാരണം ആദ്യകാലം തൊട്ട് കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി പൈനിയേഴ്സ്. അത് പൈനിയറാണോ ഡോക്ടറല്ലേ ഏറ്റവും ആദ്യമായിട്ട് അങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അതെ, ബേസിക്കലി ഫേഷ്യൽ എസ്തെറ്റിക്സും ഡെൻറ്റിസ്റ്റും ഒരുമിച്ചുള്ള ആദ്യത്തെ ബ്രാൻഡ് കേരളത്തിലെ ഫാസറ്റ്സ് ആണ്, ഡോക്ടറുടെ ആണ്. അപ്പോൾ ആ സമയം തൊട്ടാണ് ഡോക്ടർ. പക്ഷേ ബാക്കിയുള്ളവരെല്ലാം എങ്ങനെ ബ്രേസസ് ഇടാമെന്ന് ചിന്തിച്ചപ്പോൾ മൊത്തത്തിൽ ഇവിടെ എങ്ങനെ മാറ്റാമെന്ന് ചിന്തിച്ചു. പല്ലെങ്ങനെ ഇവിടെ വേറെ കളറിൽ അടയ്ക്കാമെന്ന് മറ്റ് ഡെൻറ്റിസ്റ്റുമാർ ചിന്തിച്ചപ്പോൾ ഡോക്ടർ പല്ലിനെങ്ങനെ വെനീർ ഇടാമെന്ന് ചിന്തിച്ചു. അപ്പോൾ ഇതിൻ്റെ തുടക്കം എങ്ങനെയാണ്? ഈ ഒരു യാത്രയുടെ തുടക്കം എങ്ങനെയാണ്? ഞാൻ 1997 ഡെൻറ്റിസ്ട്രി കഴിയുന്നത്. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് മെൻറ്റേഴ്സ് ഇല്ല. ഐ ഹാവ് നെവർ വർക്ക്ഡ് വിത്ത് എനിബഡി. അതാണ് ചോദിച്ചത്, ഫോർച്ചുനേറ്റ് ആണോ അൺഫോർച്ചുനേറ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഐ ഫീൽ ലൈക്ക് ഇറ്റ് വാസ് എ ബ്ലെസ്സിങ്. ഞാൻ വന്ന് ഇറങ്ങിയ വഴി, വീട്ടിലെത്തിയ വഴി എൻ്റെ അടുത്തൊരു കസിൻ പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റും. ഞാൻ പോയി അവിടെ തുടങ്ങി. പിന്നെ 2000 അങ്കമാലിയിൽ ആദ്യമായിട്ട് ഞാനൊരു ക്ലിനിക്ക് തുടങ്ങാം. എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ഈ അങ്കമാലി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം നാടാണ്. അപ്പോൾ അവിടെ എല്ലാവരും എന്നെ അറിയുന്നവരാണ്. അപ്പോൾ ഐ ഹാവ് ടു ബി വെരി കെയർഫുൾ ദെയർ.
കാരണം നാട്ടിൻപുറം പോലെയാണ് അന്ന്. ഞാൻ എന്നിട്ട് അവിടെ ഇരുന്നപ്പോഴാണ് ഈ ബ്രിട്ടനിലെ റോയൽ കോളേജ് ഓഫ് സർജൻസിൻ്റെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അവർ. അത് നമ്മുടെ RCS, നമ്മുടെ റോയൽ കോളേജ് ഓഫ് സർജൻസ് ഇംഗ്ലണ്ട് എന്നൊക്കെ പറയുന്നത്, അവിടുത്തെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് FGDP എന്ന് പറയുന്ന കോഴ്സ് അവർ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സെൻറ്ററിൽ തുടങ്ങണം. ഞാനതിനകത്ത് ആകെ 10-12 പേരെ ഉണ്ടായുള്ളൂ. അതിനകത്ത് ഒരാളായിട്ട് ഞാനങ്ങ് ജോയിൻ ചെയ്തു. കാരണം എപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നത് എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കണം, എങ്ങനെ അത് സമൂഹത്തിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാം, അത് എങ്ങനെ നമ്മളുടെ പ്രൊഫഷണൽ ലൈഫിനെ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്ലാൻ എനിക്ക് അന്നേ ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് മെൻറ്റേഴ്സ് ഇല്ലാഞ്ഞുകൊണ്ടായിരിക്കണം. കാരണം വെച്ചാൽ ഞാൻ ആരെയും ഫോളോ ചെയ്തില്ല. സോ ഐ ഹാവ് ടു ഫൈൻഡ് മൈ ഓൺ വേ. അപ്പം അതിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഫിലോസഫി അല്ല ഞാൻ കോളേജിൽ പഠിച്ചതോ ഇവിടെയുള്ള ഭൂരിഭാഗം ഡെൻറ്റിസ്റ്റ് പിന്തുടരുന്ന ഫിലോസഫി അല്ല അവരുടേത്. അവർ വളരെ അപ്പുറത്തേക്ക് കയറി പേഷ്യൻ്റ് സെൻറ്റേർഡാണ് അവരുടെ പ്രാക്ടീസ്. ഒരു രോഗി എന്നില്ല അവർക്ക്, വ്യക്തിയാണ്. വികാര വിചാരങ്ങളുള്ള, സോഷ്യൽ പ്രശ്നങ്ങളുള്ള, ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. വീട്ടിൽ അപ്പന് അല്ലെങ്കിൽ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുന്നു, നോക്കാൻ ആളില്ല, പക്ഷേ ഡെൻ്റൽ പല്ല് വേദന, എനിക്ക് എങ്ങനെയും പോയി 5 മിനിറ്റ് കൊണ്ട് വേറെ ആളെ വിളിച്ച് നിർത്തിയിട്ട് വരുന്ന ആൾക്കാരാണ്. അങ്ങനെയും ചിന്തിക്കണ്ടേ? ആ ചിന്തകളൊന്നും അന്ന് ഞങ്ങൾക്കില്ല, ഞങ്ങളങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ കോഴ്സ് വർക്ക് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു 7 കോർ സ്കില്ലിൽ ഒരു അതൊക്കെ ഭയങ്കര ഇവിടെ ഇപ്പോഴും ഇല്ല കേട്ടോ, അത് ഇപ്പോഴും ഇല്ല. അത് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ക്ലിനിക്കിൽ അന്ന് എൻ്റെ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. എനിക്ക് മൊബിലിറ്റി എല്ലാ കാര്യങ്ങളും ഞാൻ മാറ്റം വരുത്തുകയാണ്. പിന്നെ എൻ്റെ ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊക്കെ അന്നേ തുടങ്ങി ഞാൻ ടോട്ടലി ഡിഫറെൻ്റായി. പ്രൈവസി അതൊക്കെ കൊടുത്തു. അപ്പോൾ ഇത് ഞാൻ അവിടെ നിന്ന് പഠിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അവിടെ നിന്നാണ് ഞാനിത് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ പുതിയ പുതിയ കാര്യങ്ങളെപ്പറ്റി എപ്പോഴും അറിയും. ഇതിന് ശേഷം എനിക്ക് കുറച്ച് നാൾ ഇംഗ്ലണ്ടിൽ ചിലവഴിക്കാൻ സമയം കിട്ടി. അവിടെയും ഞാൻ ഇങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ ആയിട്ട് പോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് അവിടെ ചെന്നപ്പോൾ 2006 ബാർട്സൺ ലണ്ടൻ ക്യൂൻ മേരീസ് ബാർട്സ് എന്നൊരു കോളേജിലെ ഒരു പ്രൊഫസറാണ് എന്നെ വെനീർ ചെയ്യാൻ പഠിപ്പിച്ചത്. അന്ന് പഠിച്ചു. 2007 ഞാൻ പിന്നെ 2009 ഇവിടെ വരുന്നത്. പിന്നെ 10 ഇത് തുടങ്ങി, ഫേസ് ടച്ച് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാൻ ഫേസ് ടച്ചിൽ നിന്ന് വെനീർസ് അന്ന് തുടങ്ങി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കൺവെൻഷനൽ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം അതുവരെ പല്ലടയ്ക്കാൻ വേണ്ടിയും റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലിപ്പ് ഇടുക അങ്ങനെയാണല്ലോ പറയുക. അതിന് വേണ്ടിയിരുന്ന ഒരാൾ പെട്ടെന്ന് ഇതല്ല. ഇപ്പോൾ സ്കിൻ ഇപ്പോൾ വളരെ പോപ്പുലറാണ്, ഡെർമറ്റോളജി ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നു. പക്ഷേ ഡോക്ടർ അന്ന് ഈ കോസ്മെറ്റോളജി തുടങ്ങുന്ന സമയത്ത് അത്രയും പോപ്പുലർ ആയിട്ടില്ല എന്ന് മാത്രമല്ല ആരും ചെയ്യുന്നില്ല. അപ്പം ആ സമയത്തുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മളൊരു വിഷയം പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനായിട്ട് ജനങ്ങൾ തയ്യാറാണെങ്കിലും പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ നിന്നായിരിക്കും ചിലപ്പോൾ ആദ്യം അതിൻ്റെ എവിഡൻസും ആ ഒരു പ്രശ്നം വരും. ഞങ്ങളുടെ ഇടയിൽ ഈ പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ ജലസ് ഉണ്ടാവും. ഒബ്വിയസ് ആണത്. ഈ പ്രൊഫഷണൽ ജലസി എന്ന് പറയുന്നത് ഇത്തിനൂടെ ഇൻറ്റൻസ് ആണ്. ഞങ്ങൾ ലൈസൻസ് ചെയ്തിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവിടെ സർക്കാർ ലൈസൻസ് തരാതെ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. പുറത്തെ രാജ്യത്ത് ഈ കോസ്മെറ്റോളജി, ഫേഷ്യൽ എസ്തെറ്റിക്സ് ഒക്കെ ചെയ്യുന്നത് ഡെൻറ്റിസ്റ്റ്മാർ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അവർക്ക് അവിടെ അതിനുള്ള ട്രെയിനിങ് ലൈസൻസും കൊടുത്ത് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ, ഫേഷ്യൽ എസ്തെറ്റിക്സ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ യോഗ്യരാരാന്ന് ചോദിച്ചാൽ ഡെൻറ്റിസ്റ്റാണ്. ഡെർമറ്റോളജി അവരല്ലേ? അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്. കാര്യം ഫേഷ്യൽ മസിൽസും ഇതിനെ പറ്റിയുള്ള എല്ലാ വിഷയവും എല്ലാ ദിവസവും അകത്ത് ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഞങ്ങളാണ്. പുറത്തുനിന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ എന്താ ബുദ്ധിമുട്ടുണ്ടോ? അതെ, അകത്തുനിന്ന് ചെയ്യാമെങ്കിൽ പുറത്തുനിന്ന് ചെയ്തൂടെ? ഡെർമറ്റോളജി എന്ന് പറഞ്ഞാൽ തൊലിപ്പുറമാണ്, മസിലായിട്ടൊരു ബന്ധമില്ല. ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അപ്പം ഞാൻ പറയുന്നതാണ്. അപ്പം ഞങ്ങൾ സർജന്മാരാണ്, ഡെന്റൽ സർജൻ എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഈ പല്ലിൻ്റെ ബോണൊക്കെ പൊളിച്ചു വെച്ചിട്ടാണ് സർജറി ചെയ്യുന്നത്. ബോൺ കട്ട് ചെയ്തെടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നു അകത്ത്. വായുടെ അകത്ത് ഞങ്ങൾക്ക് എന്തും ചെയ്യാം. അപ്പോൾ ഈ മൈനർ സർജിക്കൽ പ്രൊസീജിയേഴ്സ് പുറത്ത് ചെയ്തൂടെ എന്നുള്ളതാണ് എന്നെ അന്ന് നമ്മളെ ഞാൻ പിന്തുടർന്ന ഒരു ചിന്ത. പുറത്ത് രാജ്യത്ത് അത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതിന് ശേഷം വന്ന തടസ്സങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ് അവരെ റെസ്പെക്റ്റ് ചെയ്യണം, അവരുടെ ഏരിയ ആണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ലീഗലി കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തു. 2015 ഞാൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്തു. പക്ഷേ ഞാനല്ല ചെയ്തുകൊണ്ടിരുന്നത് കൂടുതൽ. എനിക്കവിടെ മെഡിക്കൽ ഡോക്ടർ ഉണ്ടായിരുന്നു,
അന്നും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള സമയത്ത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മളത് പിന്മാറിയത്. അപ്പോൾ അതൊരു തടസ്സമാണ്. പക്ഷേ അതിലും തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെൻറ്റിസ്റ്റിനൊരു പുതിയ അവന്യൂ തുറന്നു വരുന്നതിൽ ഡെൻ്റൽ പ്രൊഫഷൻ തന്നെ ചിലപ്പോൾ അതിനകത്തൊരു വിശ്വാസക്കുറവ് കാണിക്കും. അങ്ങനെ സംഭവിക്കാം. പക്ഷേ അങ്ങനെയും ഉണ്ടായിട്ടുണ്ടാകും. കാര്യം അതൊരു വേറൊരു മോഡാകുമ്പോൾ നമ്മുടെ സത്വം നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭയമുണ്ട്. ഡെൻറ്റിസ്റ്റിൻ്റെ സത്വം നഷ്ടപ്പെടുമെന്നുള്ള ഭയം അതുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള തടസ്സങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ ജനങ്ങൾ ഇത് ഏറ്റെടുക്കേണ്ട ഒരു പ്രശ്നം കൂടിയുണ്ട്. സമയമെടുക്കുമല്ലോ എല്ലാത്തിനും. ആ സമയം വന്നു. പിന്നെ ഭാഗ്യത്തിന് ഞാൻ ഇരുന്ന സ്ഥലമൊക്കെ നല്ലതായതുകൊണ്ട് ഒരുപാട് സെലിബ്രിറ്റീസ് വരാൻ തുടങ്ങി. അപ്പോൾ അവരിത് അവരുടെ കണക്ഷനിൽ കൂടെയൊക്കെ അവർ പറയുമ്പോൾ കുറേ പേര് കൂടി വിശ്വസിക്കുമല്ലോ. അതെ, വേറെ ആര് പറയുന്നതിലും കൂടുതൽ വിശ്വസിക്കില്ല. അങ്ങനെ ഒരു നല്ല സമയം വന്നു. തടസ്സങ്ങൾ പിന്നെ പറയുന്നത് ഫൈനാൻഷ്യൽസാണ്. ഭയങ്കര എക്സ്പെൻസീവാണ് ഗെയിം. പക്ഷേ ഒരു കാര്യം സത്യം പറയാം, ലോകത്തിൽ ഈ ചികിത്സകളൊക്കെ ഏറ്റവും നല്ലതും ഏറ്റവും ചിലവ് കുറഞ്ഞും കിട്ടുന്നത് കേരളത്തിലാണ്. ഇന്ത്യ എന്ന് തന്നെയല്ല, കേരളത്തിലാണ്. ഇന്ത്യയിൽ കിട്ടില്ല. മുംബൈയിലും ബാംഗ്ലൂരും ഡൽഹിയിലൊക്കെ പോയാൽ ചാർജ് ഇരട്ടി തന്നെയാണ്. കേരളത്തിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് എത്രയും പ്രതീക്ഷകൾ ആര് എവിടെ പോയാലും, ഇവിടുന്ന് കുട്ടികളൊക്കെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ പോയാലും ഡെൻറ്റിസ്ട്രിക്ക് വേണ്ടിയിട്ട് ഇവിടെ വരും. ഞാൻ കേട്ടിട്ടുണ്ട്, ടിക്കറ്റ് ചാർജ് വെച്ച് നോക്കിയാലും ലാഭമാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഡോക്ടർ നേരത്തെ LLB പഠിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇമേജ് കോൺഷ്യസ് ആണ് ഇപ്പോൾ ഒത്തിരി ആളുകളും. അവർക്കത് ഏറ്റവും ഭംഗിയായിട്ട് നമ്മളെ കാണണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ദർ ആർ എ ലോട്ട് ഓഫ് തിങ്സ് ഒരു ഡെൻറ്റിസ്റ്റിന് ചെയ്യാൻ പറ്റുന്ന, ഒരു കോസ്മെറ്റിക് ഡെൻറ്റിസ്റ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ എത്തിക്സും യോജിപ്പിച്ച് ഈ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ, അപ്പോൾ ഒരു ഇൻഡസ്ട്രി ഡോക്ടർ എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നത്? അതായത് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം, ഒരു ഗ്യാപ്പുണ്ട് ഇതിനകത്ത്. ഈ പബ്ലിക്കിൻ്റെ നോളജാണ് ഇതിനകത്ത് വലിയൊരു പ്രശ്നം. ഈ പബ്ലിക് റൈറ്റ്സ് അല്ലെങ്കിൽ പേഷ്യൻ്റ് റൈറ്റ്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പേഷ്യൻ്റ് റൈറ്റ്സ് എന്ന് ഡോക്ടർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ്? രോഗികൾക്കുള്ള അവകാശങ്ങൾ. അതെ. അപ്പം ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് വരുമ്പോൾ, നമ്മളൊരു സർജറിക്ക് പോകുമ്പോൾ ശരിയാണ്, നമ്മൾ ഇന്നത് ഒപ്പിട്ട് കൊടുക്കുന്നു, ഇന്നത് സംശയമുണ്ട്. പക്ഷെ വെൻ ഐ കം ടു എ ഡെൻറ്റിസ്റ്റ്, എന്താ ഇൻഫോംഡ് കൺസെൻറ്റ് എന്നാണ് എല്ലാത്തിനെയും പറയുന്നത്. നമ്മളുടെ ഇവിടെയുള്ള ഏറ്റവും വലിയ തോൽവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗൈഡ് ലൈൻ ഇല്ല. എന്തിന്, എങ്ങനെ, ഏത് അവസരത്തിൽ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. മനസ്സിലായി? പുറത്തെ രാജ്യത്തൊക്കെ ഇതിനൊക്കെ ഒരു സ്റ്റിപ്പുലേറ്റഡ് ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. ഓരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്, ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എങ്ങനെ പോകണം. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സർക്കാരിൻ്റെ തന്നെ ഒരു നിലപാടാണത്. NHS, ഇംഗ്ലണ്ടിലാണെങ്കിൽ NHS ആണ്, നാഷണൽ ഹെൽത്ത് സർവീസാണ്, പണം കൊടുക്കുന്ന അവരാണ്. അപ്പോൾ അവർ ഓരോന്നും ഇങ്ങനെ ചെയ്യാവൂ എന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ഇവിടെ എത്തിക്സ് എന്ന് പറയുന്നത്, ഒരു ഡോക്ടറെ നമ്മൾ പണ്ട് കണ്ടിരുന്നത് എങ്ങനെയാണ്? ദൈവമായിട്ടാണ്. ഇപ്പോൾ അതിനകത്തൊക്കെ മാറി. കാരണം വെച്ചാൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. കുറച്ച് കച്ചവട താല്പര്യം ഉണ്ടോ എന്നൊക്കെ ജനങ്ങൾ സംശയിക്കാൻ തുടങ്ങി. ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എല്ലാവർക്കും നല്ലത് വേണം. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ഫാക്ടേഴ്സ് പ്ലേ ചെയ്യും ഡോക്ടർമാരുടെ ഇടയിൽ. ചിലപ്പോൾ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഹ്യൂമൻ ഫാക്ടേഴ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമ്മളുടെ ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കാൻ തുടങ്ങി. അതൊക്കെ റിസർച്ച് ഓറിയൻറ്റഡ് ആണ്. ഈ HALT എന്ന് പറയും, ഹംഗ്രി, ആംഗ്രി, ലേറ്റ്, ടയേർഡ് എന്ന് പറയുന്നത് നിസ്സാര ഉദാഹരണം പറയുന്നത്. ഞാനിപ്പോൾ വിശന്നിരിക്കുന്ന സമയത്താണെങ്കിലോ, ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്താണെങ്കിലോ, ഞാൻ ലേറ്റായിരിക്കുന്ന സമയത്താണെങ്കിലോ, ഞാൻ ടയേർഡായിരിക്കുന്ന സമയത്തായിരിക്കോ ഒരു പേഷ്യൻറ്റിനെ ഞാൻ ചികിത്സിക്കേണ്ടി വന്നാൽ എൻ്റെ തീരുമാനങ്ങൾ തെറ്റാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. മനസ്സിലായില്ലേ? അത് സ്വാഭാവികമാണ്, എല്ലായിടത്തും അങ്ങനെയല്ലേ. നമ്മളത് എപ്പോഴും ഷോപ്പിങ്ങിനെ കുറിച്ചും വീട്ടിലെ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചും തീരുമാനങ്ങളെ കുറിച്ചും പറയും. പക്ഷെ ഒരു ഡോക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാനത് ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കണം. കാരണം ഞങ്ങൾ മനുഷ്യരല്ലേ, ഞങ്ങൾ ദൈവമല്ല എന്ന് പറയാനാ നേരത്തെ പറഞ്ഞേ. പണ്ട് വിചാരിച്ച് ദൈവമെന്നാ, ഇപ്പം ശരിക്കും ഹ്യൂമനാണ്. കാരണം ഒരുപാട് സ്ട്രെസ്സുള്ള ഒരു വിഭാഗമാണ്. അപ്പോൾ ചില സമയത്ത് ഈ എത്തിക്കൽ വയലേഷന് ഇത് കാരണമാവും. നമ്മുടെ ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചില ട്രീറ്റ്മെൻറ്റ് പ്ലാനൊക്കെ ചിലപ്പോൾ സാധ്യതകളാണ് ഞാൻ പറയുന്നത്, എല്ലാവരും ചെയ്യണമെന്നല്ല, ചെയ്യാം, സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് എത്തിക്സും ഇതൊക്കെ പബ്ലിക് റൈറ്റ്സ് ഒക്കെ അറിയേണ്ടത് അവരുടെ ഒരു ജനങ്ങൾ അറിയേണ്ടത് വലിയൊരു ആവശ്യമാണ്. പ്രൈവസി പ്രധാനപ്പെട്ട കാര്യമാണ്.
ഇപ്പോൾ എല്ലാവരും പ്രൈവസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നു. പണ്ട് നമ്മൾ ഹോള് പോലെയുള്ള സ്ഥലങ്ങളിലാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് 4 ചെയറൊക്കെ ഇങ്ങനെ നിരത്തിയിടും. ഇപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് വന്നിരിക്കാൻ കുറേ പേർക്ക് ഇഷ്ടമല്ല. ഡോക്ടറുടെ എനിക്ക് ക്ലിനിക്ക് അന്നേ ഓർമ്മയുണ്ട്. ഒരാൾ ഈ മുറി, ഒരാൾ അപ്പുറത്തെ മുറി, അങ്ങോട്ടും ഇങ്ങോട്ടും കാണില്ല. റെസ്പെക്റ്റ് ആണത്, റെസ്പെക്റ്റ് ഇൻ ദ പ്രൈവസി. ഞാനൊരു സെലിബ്രിറ്റിയുടെയും കൂടെ ഒന്ന് സെൽഫി എടുത്തിട്ടില്ല. കാര്യം എന്താ, അവരെ ഒരുപാട് പേര് വരുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പോഴൊക്കെ പറഞ്ഞാൽ ഈ ഇടയായിട്ടൊക്കെയാണ് കുറച്ചെങ്കിലും ഞാനകത്തൊരു വ്യത്യാസം വന്നിട്ട്. മലയാള സിനിമയിൽ പ്രമുഖർ പലരും വന്നിട്ടുണ്ട്. ഞാൻ അവരുടെ കൂടെ ഒരു സെൽഫി എടുത്തോട്ടെ ഞാൻ ചോദിച്ചിട്ടില്ല, എടുത്തില്ല. രേണുവിൻ്റെ കൂടെ ഒരു തവണ എടുത്തിട്ടുണ്ട് ഞാൻ. നമ്മുടെ കഴിഞ്ഞ സമയത്ത് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല, എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നത് പ്രൈവസി ഈസ് എ ഫാക്ടർ. ഇപ്പോൾ ഞാൻ കാണുന്നൊരു ഏറ്റവും വലിയ വയലേഷൻ എന്താണെന്നറിയോ? സങ്കടകരമായ വയലേഷൻ. പബ്ലിക്കിന് അറിയില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ രേണു അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരാൾ വരുന്നു, പല്ലിന് ഗ്യാപ്പുണ്ട് എന്ന് പറഞ്ഞ് വരുന്നു. ഈ ഗ്യാപ്പുള്ള വ്യക്തിക്കുള്ള ട്രീറ്റ്മെൻറ്റുകളായിട്ട് 3 ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ 4 ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. ഒന്നുകിൽ കോമ്പോസിറ്റ് വെച്ചിട്ട് കോസ്മെറ്റിക് ബൗണ്ട് ചെയ്യാം. അത് വളരെ ആർട്ടിസ്റ്റിക്കാണ്. അത് വളരെ കുറച്ച് പേരെ മര്യാദയ്ക്ക് ചെയ്യാറുള്ളൂ. 2, അത് ലെസ് ഇൻവേസീവ് ആണ്. അതാണ് ഈ പറയുന്ന വേറൊരു ടോപ്പിക്കിലാണ്. 2ാമത്തത് എലൈനേഴ്സ് അല്ലെങ്കിൽ ബ്രേസസ് ഇട്ട് അടിപ്പിക്കുക. 3ാമത്തത് സെറാമിക് വെനീർസ്. 4ാമത്താണ് ക്രൗൺ ക്യാപ്പ് ഇടുക. 4ാമത്തെ ക്യാപ്പ് എന്ന് പറയുന്ന കാര്യം പല്ലിൻ്റെ ഒരുപാട് സ്ട്രക്ചറിനെ ഷേവ് ചെയ്ത് കളഞ്ഞിട്ടാണ് ആ ക്യാപ്പ് ഇടുന്നത്. അത് ഒരു 20 വയസ്സുകാരിയെ സംബന്ധിച്ചിടത്തോളം ഡാമേജിങ് ആണ്. 20 വയസ്സുകാരിയുടെ ഫ്രഷ് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ആ പല്ലിനെ കളയുന്നത്. കാരണം പുസ്തകം പറയുന്നത് ഒരു ക്രൗണിൻ്റെ കാലാവധി 6 തുടങ്ങി 7 വർഷം വരെയാണ്. സയൻസ് പറയുന്നത് അത് പലർക്കും അറിയില്ല. ഇതെല്ലാം പറയുന്നത് പെർമനന്റ് എന്ന് പറഞ്ഞിട്ടാ. പെർമനന്റ് എന്നുള്ള വാക്ക് ഫാസറ്റ്സിൽ കേൾക്കൂല നിങ്ങൾ. പെർമനന്റ് എന്നുള്ള വാക്കില്ല. അപ്പോൾ എന്തുണ്ടാവണേ, ഈ ജനങ്ങൾക്ക് അറിവ് ഇൻഫോംഡ് കൺസെൻറ്റിൽ വരുമ്പോൾ ഈ ഒരു വിഷയമാണ്. പ്രൈവസിയുടെ പ്രശ്നത്തിലേക്ക് വരാം. ഇത് കഴിഞ്ഞിട്ട് ഈ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ വെച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നൊരവസ്ഥ, അത് പബ്ലിസൈസ് ചെയ്യുന്നൊരവസ്ഥ ഇപ്പോൾ കാണുന്നുണ്ട്. വിത്ത് കൺസെൻറ്റ് ആവാം. അത് കൺസെൻറ്റ് ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. ഞാൻ പറയുന്നത് ഈ 20 വയസ്സുള്ള കുട്ടിയുടെ ഈ പടം സോഷ്യൽ മീഡിയ എത്ര വർഷം കിടക്കും? സോഷ്യൽ മീഡിയ എത്ര കാലം ഉണ്ടോ അത്ര കിടക്കില്ലേ? കിടക്കും. ഈ പണ്ടത്തെ കാലത്തെ ഈ വെപ്പുകല്ലാണെങ്കിൽ വിവാഹം അല്ലെങ്കിൽ ബന്ധങ്ങളൊക്കെ പോകുന്ന ആൾക്കാരാ. ഞാൻ കേട്ടിട്ടില്ലല്ലോ അല്ലേ? ഇപ്പം അത് നമ്മൾ പബ്ലിസൈസ് ചെയ്ത് പറയുന്നു. പക്ഷെ ആ ചെയ്യുന്നവർക്ക് അറിയില്ല. അവർക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും കൺസെൻറ്റ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യേണ്ടതല്ല, നിങ്ങൾ കൊടുത്തോളൂ. പക്ഷെ അത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അവരുടെ നല്ല ഭാഗം കാണിച്ചു, ചെയ്തതിന് ശേഷം കാണിച്ചോളൂ, എന്നിട്ട് അവർ കൊണ്ട് പറയിപ്പിച്ചോളൂ. എൻ്റെ വൈകൃതം ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം അറിയുക, നല്ല പല്ലിനെ ചെറുതാക്കിയിട്ട് എന്നിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഒറിജിനൽ അല്ല കാണിക്കുന്നത്. ദാറ്റ് ഈസ് മിസ്ലീഡിങ്. ഹാഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കുന്നു. ദാറ്റ് ഈസ് മിസ്ലീഡിങ്. കാരണം ഇല്ലാത്ത ഗ്യാപ്പാണ് കാണുന്നത്. അപ്പൊ പബ്ലിക് നോക്കുമ്പോൾ ഭയങ്കര വികൃതമായൊരു ഫേസിനെ പെട്ടെന്ന് ശരിയാക്കിയിരിക്കുന്നു. ഒരാൾ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ട്, ഞാൻ പലയിടത്തും കണ്ടു, ഇപ്പം അത് പല ഇതിലും കണ്ടു. അപ്പം ഒരാൾ പോലും സന്തോഷത്തോടെ അല്ല ആ സമയത്ത് സംസാരിക്കണേ. എൻ്റെ പോലെ ഇങ്ങനെയായിരുന്നു എന്ന് അപ്പം പറയുന്നില്ല, വെച്ചതിന് ശേഷം സന്തോഷപ്പെടാം. അപ്പം അതൊരു എന്താ പ്രശ്നമില്ല, മിസ്ലീഡിംഗ് ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ there is a misleading fact. അതാണ് അൺഎത്തിക്കൽ. മനസ്സിലായി. അതിനിടയിൽ പകുതി വെച്ചിട്ടാ കാണിക്കുന്നത്, ഇതിൽ നിന്ന് ഇതിലോട്ട് ഒറിജിനൽ പ്രശ്നമല്ല കാണിക്കുന്നത്. അത് മിസ്ലീഡിംഗ് ആണ്. അപ്പോൾ അത് വേണ്ട. അത് മാത്രമല്ല, ആ കുട്ടീനെ സംബന്ധിച്ചോളം ആ പ്രൈവസി നഷ്ടപ്പെടുന്നുണ്ട്. അവരാ നേരത്തെ ഡോക്ടറോടുള്ള ആ ബഹുമാനം കൊണ്ടും ആ സന്തോഷം കൊണ്ടും എക്സൈറ്റ്മെൻറ്റ് കൊണ്ടായിരിക്കും അത് കൊടുക്കണേ. അതും അങ്ങനെയാ. നമ്മളൊരു ഭയങ്കര ചേഞ്ചാണിത്. കെട്ടിപ്പിടിച്ച് കരയും, എന്തൊക്കെ ചെയ്യുന്നറിയോ പേഷ്യൻസ്. ഈ പ്രത്യേകിച്ച് എക്സ്പ്രസീവ് ആവുന്നത് വെസ്റ്റേൺ പേഷ്യൻസാണ്. എനിക്ക് കൂടുതൽ അങ്ങനത്തെ പേഷ്യൻസ് കൂടുതൽ. അപ്പോൾ അവർ ഭയങ്കര എക്സ്പ്രസീവാണ്. അവരെ പോലും ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല. അവർ അതിനൊന്നും ഒരു പ്രശ്നമേ അല്ല ഇത് ചെയ്യണേന്. അപ്പോൾ അതാ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾക്ക് ആ സമയത്ത് അവർ ഓക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ പ്രൈവസി കീപ്പ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം, എത്തിക്സിൽ ഈ വിഷയത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞു 4 ഇത് പറഞ്ഞില്ലേ, അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നും അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും നമ്മൾ പറഞ്ഞു കൊടുക്കണം.
അതായത് ഡോക്ടറുടെ സൗകര്യത്തിന് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യല്ല, പേഷ്യൻറ്റിന് അറിയണം എനിക്ക് പല ഓപ്ഷൻസ് ഉണ്ട്, ഇതിൽ ഇന്നതാണെങ്കിൽ ഇന്നത്, ഇന്നതാണെങ്കിൽ ഇന്നതെന്ന് ക്ലിയർ. ഓരോന്നിൻ്റെയും പ്രോസ് ആൻഡ് കോൺസ്, ഓരോന്നിൻ്റെയും ലോഞ്ചിവിറ്റി, ഓരോന്നിൻ്റെയും റിസ്ക് ഫാക്ടേഴ്സ്, ഓരോന്നും നിങ്ങൾക്ക് തരാവുന്ന പ്രശ്നങ്ങൾ, ഇതിൻ്റെ ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ്. സമാശം എന്നറിയോ, ഇൻഫോം കൺസേൺ എടുക്കുമ്പോൾ നോ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷനും കൊടുക്കണം, ആക്സെപ്റ്റ് ചെയ്യാൻ പറയണം. രേണു ഓർക്കുണ്ടോ അന്ന് വരുമ്പോൾ എൻ്റെ അടുത്തൊരു ഫോം ഉണ്ട്, രേണുവിൻ്റെയൊക്കെ സൈൻ ചെയ്തിട്ടില്ലേ അന്ന് ആൾക്കാർ വിചാരിച്ചിരുന്നത് ഞാൻ എന്താണ് ഈ കാണിക്കണത് എന്നുള്ള രീതിയിൽ അന്ന് ഇരുന്നിരുന്നത്. പക്ഷേ ഞാൻ ഐ വാസ് നോട്ട്, നിങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടാണ് അത് ചെയ്യുന്നതെന്ന് മാത്രം പറയാനായിട്ട്, എൻ്റെ എല്ലാ ഓപ്ഷനും തന്നിട്ടാണ് ഞാനത് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ എല്ലാവർക്കും കൊടുക്കുന്നില്ല. അവിടെയാണ് നേരത്തെ പറഞ്ഞ അൺഎത്തിക്കൽ വരുന്നത്. എന്താണ്, ഡോക്ടർക്ക് ചിലപ്പോൾ തോന്നാണ് എനിക്ക് ഫിനാൻഷ്യലി വയബിൾ, എനിക്ക് നാളെ ഒരു EMI ഉണ്ട്. ഞാൻ വളരെ ഓപ്പണായിട്ട് പറയണം, അതിൻ്റെ വലിയ വലിയ പ്രശ്നമൊക്കെ ഉണ്ട് എനിക്കുണ്ടാവാം. പക്ഷേ ഞാൻ പറഞ്ഞൊരു നമ്മളുടെ മനുഷ്യ ശരീരത്തിൻ്റെ മനഃശാസ്ത്രം വെച്ചിട്ടാണ് പറയുന്നത്. ഇതാണ് ഇന്ന് എനിക്ക് വേണ്ടത്, അന്ന് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ തോന്നിപ്പോവാം, പറ്റൂലേ, സംഭവിക്കാം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെബ്സൈറ്റ് ഇറങ്ങുന്നത്. എല്ലാ ഓപ്ഷൻസും ഇതാണ്. ആ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വിഷയത്തിൻ്റെയും പ്രോസ് കോൺസ് ആർക്കാണ്, ഇത് 20-15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതറിഞ്ഞാൽ അത് AI ബേസ്ഡ് ആണ്. അത് അതിനകത്ത് AI ഹെൽപ്പ് ചെയ്യും നിങ്ങളെ കുറേ കാര്യങ്ങൾ. നമ്മൾക്ക് ചോദിക്കാം നിങ്ങളുടെ പ്രശ്നം. നിങ്ങളിപ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഇപ്പോൾ ഒരു ഡോക്ടറുടെ അടുത്തുനിന്ന് നിങ്ങൾ കണ്ട് ഡോക്ടർ ഒരു ഒപ്പീനിയൻ തന്നിട്ടുണ്ട്, ഡോക്ടർ ഒരു പ്ലാൻ തന്നിട്ടുണ്ട്. പ്ലാൻ എപ്പോഴും എഴുതി വാങ്ങിക്കണം, ഡോക്ടറുടെ പേരിൽ നിന്ന് വാങ്ങിക്കണ്ട. എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലാൻ എഴുതി വാങ്ങിച്ചിട്ട് അതിനകത്ത് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പുള്ളി 2-3 ഓപ്ഷൻ വേറെ തരും. അല്ല, ആ ഓപ്ഷൻ അല്ല, പുള്ളി ഒരു ഓപ്ഷൻ തരും. എന്താണ് പ്രശ്നം എന്നുള്ളത് എഴുതിയിട്ടാൽ മതി, ഡോക്ടറുടെ പ്ലാൻ കൊടുക്കണ്ട. നമ്മളുടെ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് ഇങ്ങനെ ഒരു പ്ലാൻ, ഈ പ്രശ്നം ഇതാണ് എന്ന് പറയുമ്പോൾ അതിനുള്ള 3 പ്ലാൻ തരും. അത് കൊള്ളാലോ. അങ്ങനെയാണ് അത്. ഇത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇത് ലോകത്തിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. വലിയ സ്ഥലത്തേക്ക് എത്താൻ വഴിയുണ്ട്. ഡോക്ടർ തുടങ്ങിയ പല കാര്യങ്ങളും അങ്ങനെ പല സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നതാണ്. ഇപ്പോൾ കാരണം ഇപ്പോൾ നമ്മുടെ ഈ ഫേഷ്യൽ എസ്തെറ്റിക്സിൻ്റെ മോഡലാണ് ഇപ്പോൾ മിക്കവാറും എല്ലാ ക്ലിനിക്കുകളും. ശരിയാണ്. I always say I don't follow trends, I create systems. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് മെൻറ്റേഴ്സ് ഇല്ലാത്തതിൻ്റെ ഒരു ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. കാരണം നമ്മൾ തന്നെ സർവൈവ് ചെയ്യേണ്ടി വരും, മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും, ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒന്ന് മാറിക്കാണ്. എൻ്റെ ഒരു പ്രൊജക്റ്റ് ഇൻ്റർനാഷണലി ഒരു സംഗതി വരുന്നുണ്ട്. അത് ഇൻ ടൈം ഞാൻ റിവീൽ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ ഡെൻറ്റിസ്ട്രി ഇല്ലേ, ഇപ്പോൾ ഡോക്ടർ എനിക്ക് പണ്ട് തൊട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം യു സംബഡി ഹു ഫോളോസ് ദാറ്റ്. അപ്പോൾ അത് ഈ എങ്ങനെയാണ് ബ്യൂട്ടിഫുൾ ഡെൻറ്റിസ്ട്രിയെ ഡോക്ടർ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക? നമ്മൾ ഈ കഥകളാണല്ലോ, നമ്മൾക്ക് ഓരോ വ്യക്തിക്കും ഒരു കഥയുണ്ട്, ഓരോ ചിരിക്കും ഒരു കഥയുണ്ട്, ഓരോ മുഖത്തിനും ഒരു സ്റ്റോറിയുണ്ട്. ഞാൻ ബ്യൂട്ടിയെ കാണുന്നത്, നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്ന മുടി ഇതല്ല മുഖമൊക്കെ ആണല്ലോ. അപ്പം മുഖത്തിൻ്റെ സ്റ്റോറി ഞാൻ കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. മുഖത്തിൻ്റെ സ്റ്റോറി ഞാൻ ആൾക്കാരെ കണ്ട മുഖത്തേക്ക് നോക്കും. ഇപ്പോൾ രേണുവിനെ ഞാൻ കുറച്ച് നേരം നോക്കിയെന്നാൽ രേണു വിചാരിക്കും ഞാൻ വായി നോക്കണമെന്ന്. ഞാൻ അത് കഥ വായിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ഇന്ന് രാവിലെ ഉണ്ടായൊരു അനുഭവം പറയാം. ഒരു ലേഡി, ഷീസ് വർക്കിംഗ് അബ്രോഡ്. കഴിഞ്ഞ 7 വർഷമായിട്ട് പുള്ളിക്കാരത്തി 4 വർഷമായിട്ട് ടീച്ചറായിട്ടായിരുന്നു. പിന്നെ എന്തോ ഒരു സ്ഥാപനത്തിൽ എത്രയുടെ നല്ല ജോലിയിൽ വന്നു. പക്ഷേ കഴിഞ്ഞ വർഷം പുള്ളിക്കാരത്തി ജോലിക്ക് പോയില്ല. പുള്ളിക്കാരത്തിയുടെ പ്രശ്നം വെച്ചാൽ പുള്ളിക്കാരത്തിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല പുള്ളിക്കാരത്തിനെ. കാര്യം മക്കളൊക്കെ വലുതായപ്പോൾ മക്കളും പറഞ്ഞു തുടങ്ങി മമ്മി ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ മമ്മിയുടെ മുഖത്ത് എപ്പോഴും ഒരു ദേഷ്യം അല്ലെങ്കിൽ സാഡ് ഫേസാണ്. അപ്പം ഇന്ന് ഞാനല്ല എന്ന് വിചാരിച്ചിട്ടാണ് ആ ക്ലിനിക്കിൽ വരുന്നത്. വേറെ ഞാൻ അവിടെ ഉണ്ടോയെന്നുള്ളൊരു പ്രതീക്ഷയില്ല. പുള്ളിക്കാരെ കണ്ടു, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ ചെറിയൊരു മോക്കപ്പ് കാണിച്ചു കൊടുത്തു. ഡോക്ടർ ഇതാണ് എനിക്ക് വേണ്ടിയിരുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ തുറന്ന് ചിരിച്ചിട്ട് വർഷങ്ങളായി എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ അവർക്ക് 10 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിനുള്ള പ്ലാനൊക്കെ ശരിയാക്കി വെച്ചിട്ട് പോകുന്നു. ഇതുപോലെ തന്നെ ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. ഇവിടെ റഷ്യയിൽ നിന്ന് വന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഇവിടെ ഇന്ത്യയിൽ അവിടെയാണ് പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ ഇവിടെ കൊച്ചിയിലൊരു വലിയൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇംപ്ലാന്റോളജിസ്റ്റിൻ്റെ പേഷ്യൻ്റാണ്. ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് പല്ലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ദ വേ ഷീ വാണ്ട്സ് ടു സ്മൈൽ ഇസ് ഡിഫറെൻറ്റ്. ഓ ഓക്കെ.
യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അപ്പോൾ പുള്ളിക്കാരിക്ക് വേണ്ട സ്മൈല് പുള്ളിയോട് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതല്ല പുള്ളിക്കാരിക്ക് വേണ്ട. പുള്ളിക്കാരിക്ക് എക്സ്പ്രസ് ചെയ്യേണ്ട രീതി ഇതല്ല. ആ പല്ലിൻ്റെ ഷേപ്പും ആ എനർജിയും വേറെയാണ്. അത് വെച്ച് ചെയ്ത് കൊടുത്തിട്ട് പിറ്റേ ദിവസം പുള്ളിക്കാരി ഷി വാസ് ലിറ്ററലി ക്രൈ. ഞാൻ ചെല്ലുമ്പോൾ പിറ്റേ ദിവസം എന്നെ ഞാനിത് ഫിക്സ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ പറഞ്ഞു, മക്കളോട് പറയാം, ഓ ദിസ് ഇസ് ദ പേഷ്യൻ്റ് മേഡ് മീ സ്മൈൽ എന്ന്. പണ്ടത്തെ പേരൻസ്, ഇപ്പം ഞാൻ ചെറുതായിരിക്കുന്ന സമയം അത്രയും എൻ്റെ പല്ല് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ അടുത്ത് വരുന്ന സമയത്ത് അറിയാം. അപ്പം അന്നൊന്നും ഞാൻ പല്ലിന് ക്ലിപ്പിടണമെന്ന് പറയുന്ന സമയത്ത് എൻ്റെ വീട്ടിലുള്ളവർ വേണ്ട, പല്ലിൻ്റെ ബലം പോവും, ക്ലിപ്പിടരുത്. അതിനുശേഷം അവർ ക്ലിപ്പിടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇനി വേണമെന്ന് ചിന്തിച്ചു. അങ്ങനെ വളർന്നു വന്ന സമയത്തൊന്നും അതിനെക്കുറിച്ച് അത്ര ബോധേഡല്ല. പല്ലിലിപ്പോൾ എന്തിരിക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു. പക്ഷേ പുതിയ തലമുറയിലേക്ക് വന്നു കഴിയുമ്പോൾ പേരൻസ് വളരെ കോൺഷ്യസ് ആണ്. ഇപ്പോൾ കുട്ടികളുടെ പല്ല്, കുട്ടികളുടെ മുഖം, അതിൻ്റെ സ്ട്രക്ചർ, അവരതിനെക്കുറിച്ച് വളരെ കോൺഷ്യസ് ആണ്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ഭയങ്കരമായി മാറുന്നു, വളരെ ചെറുപ്പത്തിൽ അവർ ശ്രദ്ധിക്കുന്നു എന്ന് ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ അതിന് എവിടെ പോകണമെന്ന് റൈറ്റായിട്ട് അവർക്ക് അറിയില്ല. അതാണ് പ്രശ്നം ഇപ്പോൾ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സെൽഫി യുഗമാണ്. ഈ സെൽഫി യുഗത്തിൽ എല്ലാ കുട്ടികളെയും സുന്ദരനും സുന്ദരിയുമാക്കണം. എൻ്റെ ഫിലോസഫി അതാണ്. എവ്രിബഡി ഡിസേർവ്സ് എ ബ്യൂട്ടിഫുൾ ഫേസ് ആൻഡ് സ്മൈൽ. ഇനിയുള്ള കാലത്ത് അതിലേക്ക് നമുക്ക് എത്തണമല്ലോ. അപ്പോൾ അത് സാധിക്കും നേരത്തെ തന്നെ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ. കാര്യം വെച്ചാൽ നമ്മുടെ ഫേഷ്യൽ ഗ്രോത്തിൽ ഒരുപാട് മാനിപ്പുലേഷൻസ് ചെയ്യാൻ പറ്റും. ഫേസ് ഗ്രോ ചെയ്യണ സമയത്ത് അത് ഓർത്തോപീഡിക്കാണ്. പലതരത്തിലുള്ള ഇപ്പോൾ കാണുന്ന ഫേഷ്യൽ പ്രശ്നങ്ങളെ നമുക്ക് ആദ്യമേ തന്നെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ഏത് പ്രായത്തിൽ? 8 തുടങ്ങി 13 ഇടയിലായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അപ്പോഴാണ് അവരത് കറക്റ്റാവുള്ളൂ. പക്ഷേ 6 തുടങ്ങി 13 ശ്രദ്ധിക്കാം. പുതിയ പല്ലുകൾ വന്നു തുടങ്ങി അതിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും ഫേഷ്യൽ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഈ അഡിനോയിഡ്സും അലർജീസൊക്കെ ഇപ്പോൾ. അപ്പോൾ നമ്മുടെ വായിലൂടെയുള്ള ശ്വസനമാണ് ആദ്യത്തെ നമ്മളുടെ ശല്യം. അതായത് കുട്ടികളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രശ്നക്കാരൻ. അപ്പോൾ അതനുസരിച്ച് ഫേഷ്യലിൻ്റെ സ്ട്രക്ചർ മാറും. ഈ അണ്ണാക്കിൻ്റെയൊക്കെ ഡെപ്ത് കൂടും, നീളം കൂടും, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നേരത്തെ കണ്ട് പിന്നെ ഈ കടികളിലുള്ള മാറ്റങ്ങൾ അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ബോൺ ജോയിൻ്റ് ഈ ഇടയിൽ ചാടുന്ന പല്ലുകളൊക്കെ ആദ്യമേ തുടങ്ങി അത് നോട്ടീസ് ചെയ്ത് പോയാൽ എല്ലാ വർഷവും ഡെൻറ്റിസ്റ്റിനെ കാണണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ D4K എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് പറഞ്ഞില്ല, അത് ഈ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള പാരൻസിനുള്ള സ്ഥലമാണ്. അതായത് കുട്ടികളുടെ മയോഫേഷ്യൽ ഗ്രോത്തിനെ മൊത്തത്തിൽ നമ്മൾ നോക്കും. മനസ്സിലായി. പ്രിവെൻറ്റീവ് എസ്തെറ്റിക്സ് അതാണ് അങ്ങനത്തെ ഒരു ടൈം. അതൊക്കെ ആരും പറഞ്ഞിട്ടില്ല. പ്രിവെൻറ്റീവ് എസ്തെറ്റിക്സ് നമ്മൾ തന്നെയാണ് ഇതിനെ പറയുന്നതിന്. പ്രിവെൻറ്റീവ് എസ്തെറ്റിക്സ് കാണും, കാരണം അത് ഓർത്തോപെഡിക്കാണ്. പ്രിവെൻറ്റീവ് ഡെന്റിസ്ട്രി ഉണ്ട്, പ്രിവെൻറ്റീവ് എസ്തെറ്റിക് ഡെന്റിസ്ട്രി എന്ന് പറയുന്നത് പൊതുവെ കുറവാണ്. ഇതാണ് അതിൻ്റെ സംഗതി. ഓക്കെ. അപ്പോൾ പാരൻസ് ഇപ്പോൾ ഭയങ്കര കോൺഷ്യസാണ്. കാര്യം ഇനിയുള്ള കാലം അല്ലെങ്കിൽ മകൻ പറയും എൻ്റെ പല്ലെന്താ കമ്പിയിടാഞ്ഞെന്ന് ചോദിക്കും. എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാണ്ടല്ലേ. ഇതിൻ്റെ പേരിൽ ഞാൻ കഴിഞ്ഞ തവണ ഇതിൻ്റെ പേരിൽ പല്ലുകുട്ടികളുടെ വേദന വരുന്നതിനെ പറ്റിയിട്ട് ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു, കുട്ടികളുടെ പല്ലുവേദന വരുന്നതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം പാരൻസിൻ്റെ ഇഗ്നോറൻസ് അല്ലെങ്കിൽ നെഗ്ലിജൻസ് ആണ്. അവർക്കെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കണമെന്ന് പറഞ്ഞു. എന്തിനാണത്? 5 വയസ്സുള്ള കുട്ടിക്ക് എങ്ങനെ ആശുപത്രി പോകാൻ പറ്റും? ഡെന്റിസ്റ്റിനെ കൊണ്ടുപോകാൻ പറ്റും? ഡെന്റിസ്റ്റ് അവൻ്റെ ഡെൻ്റൽ ഹെൽത്ത് നോക്കാത്തത് പാരൻസിൻ്റെ നെഗ്ലിജൻസ് അല്ലേ? കുട്ടിയിലേക്ക് പെയിൻ ഇൻഫ്ലിക്റ്റ് ചെയ്യാല്ലേ? ഞങ്ങൾ ഡെന്റിസ്റ്റ്മാർ ഇത്രയും പേര് കൂടി ഇരിക്കുകയല്ലേ? പലരും പറയുന്നത് 1ാം വർഷത്തിൽ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഡെന്റിസ്റ്റിനെ അടുത്ത് കാണിക്കണമെന്നാണ്. പല്ല് കേടുണ്ടെങ്കിൽ നിങ്ങൾ ഡെന്റിസ്റ്റിനെല്ലാം എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും, നിങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ കുട്ടിക്ക് വേദന വന്ന് നിങ്ങൾ പെയിൻ ഇൻഫ്ലിക്റ്റ് ചെയ്യുകയാണെന്നാണ് ഞാനന്ന് പറയാതെ പറഞ്ഞത്. അപ്പോൾ ഒരു ഉത്തരവാദിത്വം എടുക്കണം അത് പാരൻസ്. കുട്ടിക്ക് വേദന വേദന വന്നാലുള്ള കുഴപ്പം നിങ്ങൾക്ക് തന്നെയാണ്, ഞങ്ങൾക്കില്ല. ശരിയല്ലേ? അപ്പം ഞാൻ പറഞ്ഞത്, പക്ഷെ അതൊരു അവകാശം കൂടി കുട്ടിയുടെ അവകാശമാക്കി മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി എൻ്റെ ക്യൂരിയോസിറ്റി സേക്കിൽ ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പം നമ്മൾ ഈ ഹിന്ദി ഫിലിം സ്റ്റാർസ്, അതാണ് പറയാനായിട്ട് ഏറ്റവും എളുപ്പം. പലരുടെയും ഈ ചിരികൾക്ക് തന്നെ ഒരു മാറ്റമുണ്ട് നമ്മളവരുടെ പണ്ട് തൊട്ട് വരുമ്പം. അതുപോലെ തന്നെ ഇപ്പോൾ യങ് ആയിട്ടുള്ള ആക്ട്രസസ് ഒക്കെ ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും തടി കുറയുമ്പോൾ
ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിന് മാറ്റം വരുന്നുണ്ട്, നമ്മുടെ മുഖം ടോൺഡ് ആവുന്നുണ്ട്, പല സർജറി പ്രൊസീജിയേഴ്സ്. പക്ഷേ ഇസ് ഇറ്റ് ജസ്റ്റ് ദാറ്റ് ആ ഒരു ഇത് തന്നെയാണ്, അതോ ഡു ദേ ചേഞ്ച് എനിത്തിങ്? അവരുടെ മുഖം മൊത്തം അങ്ങനത്തെ ഒരു മാറ്റം പറ്റുമോ? പറ്റുന്ന എങ്ങനെ അറിയോ? എന്താ സംഭവിക്കുക വെച്ചാൽ ഈ ഗ്രാവിറ്റി ഉണ്ടല്ലോ, ഗ്രാവിറ്റി ഒരുപാട് നമ്മുടെ ഫേഷ്യൽ ബ്യൂട്ടീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് പ്രായമാകുമ്പോൾ. കോൺവെക്സിറ്റി ഈസ് ദ ബ്യൂട്ടി. അത് മുഖത്തിൻ്റെ കവിള് മാസിൽ എന്തായാലും കോൺവെക്സിറ്റി വേണം. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെൻ യു ഏജ് മുഖത്തെ കൊള്ളാജനൊക്കെ പോവും. അപ്പം അതാണ് ഒരു പ്രശ്നം. അത് മാത്രമല്ല, വാട്ട് ഹാപ്പൻസ് ഇസ് അപ്പർ ലിപ്പില്ലേ താഴോട്ട് വരും. അപ്പോൾ വെൻ യു സ്മൈൽ യുവർ അപ്പർ ടീത്ത് ഈസ് നോട്ട് വിസിബിൾ എന്നുള്ളൊരവസ്ഥയിലേക്ക് കുറേ പേര് എത്തും. ദാറ്റ് ഈസ് എ സൈൻ ഓഫ് ഏജിങ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഹോളിവുഡ് സ്റ്റാർസിനെ സംബന്ധിച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരുടെ എല്ലാ മേക്ക് ഓവേഴ്സും ഭയങ്കര വൈറ്റും ഭയങ്കര പ്രൊട്രൂഡും ആയിരിക്കും. അതെ ആണ്. ടോം ക്രൂസ് റീസെൻ്റ്ലി ചിരിക്കണ ചിരി കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. പുള്ളിയുടെ ഇപ്പോഴും ചിരി എല്ലാ പല്ലും വൈറ്റ് കാണാം അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇതൊരു തിയറിയാണ്. അത് എപ്പോഴും മുൻനിരയിലെ പല്ലുകൾ ശരിക്കും കാണണം. ഓക്കെ, അതുകൊണ്ടാണ് അപ്പർ ടീത്ത്, ലോവർ ടീത്ത് അല്ല. അതാണ് നമ്മുടെ യുവത്വം കാത്തു സൂക്ഷിക്കുന്നത്. നമ്മൾ ചിരിക്കുമ്പോൾ എനർജി സപ്ലൈ ചെയ്യുന്നത് ആ മുൻനിരയിലെ പല്ല്, പ്രത്യേകിച്ച് ഈ 2 പല്ല്. കണ്ണാടി നോക്കിയിട്ട് പല്ലൊക്കെ കാണാം. അതെ, കണ്ടില്ല നോക്ക്, കണ്ടില്ല തീർന്നു. അപ്പം പല്ല് സെറ്റൊക്കെ വെക്കുമ്പോൾ ചിലവർക്ക് തോന്നും, എൻ്റെ പലരും കണ്ടിട്ടുണ്ടാവും, പല്ല് സെറ്റ് വെച്ച് കഴിഞ്ഞാൽ മുമ്പിലത്തെ പല്ല് കാണൂല പലരും. ഈ ഫേസ് ലിഫ്റ്റ് ഡെന്റിസ്ട്രി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമേ ഒരു ടെർമിനോളജി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡെന്റിസ്ട്രി കൊണ്ട് ഫേസ് ലിഫ്റ്റ് ചെയ്യാം. അതാണ് ഞാൻ ഈ കാണുന്ന പല ബോളിവുഡ് ആളുകളുടെയും മുഖം. എക്സാക്ട്ലി, മാറ്റം ആ ടെർമിനോളജിയാണ് അതിനകത്ത് പറയുന്നത്. അതായത് കവിളിൽ എല്ലായിടത്തും ഈ വെനീർസ്, ഈ ഗം വെനീർസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പല്ലുകളുടെ വെർട്ടിക്കൽ ഡയമെൻഷൻ ഉണ്ട്. ഇതാണ് അതിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ അടയ്ക്ക വെട്ടി പോലെയാണ് നമ്മുടെ ഈ ഇവിടുത്തെ ജോയിൻറ്റിന്. പഴയ കാലത്ത് അപ്പൂമ്മൻ അടയ്ക്ക വെട്ടുന്ന ഒരു കത്തിയിരുന്നു, മനസ്സിലായി, കണ്ടിട്ടുണ്ട്. അത് ഫൾക്രം ഇവിടെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ പല്ലുകൾ ഇങ്ങനെ തേയാൻ തുടങ്ങും. അണപ്പല്ല് തേയാൻ തുടങ്ങുമ്പോൾ മുമ്പിൽ ഇത് ഭയങ്കരമായിട്ട് ക്ലോസ് ചെയ്യും. കുറേ ആൾ കഴിയുമ്പോൾ ഇങ്ങനെയാവും. പക്ഷെ നമ്മുടെ ചിന്തു വേണ്ടത് ഈ ലെങ്ത്ത് ഫുള്ള് നിൽക്കണം, മനസ്സിലായോ? ആ ലെങ്ത്ത് കുറയുന്നതാണ് ഏജിങ്. അത് 4 മില്ലിമീറ്റർ ടു 5 മില്ലിമീറ്റേഴ്സിൻ്റെ ഹൈറ്റ് കുറയും. അത് നമ്മുടെ ഫേസിൽ പ്രതിഫലിക്കും. അപ്പോൾ ഇവരിങ്ങനെ ചെയ്യും, നെറ്റ് ഇങ്ങനെ പൊക്കും. എന്താ ഈ പുരികമൊക്കെ ഡ്രൂപ്പ് ചെയ്യും, അത് വലിച്ചു വയ്ക്കും. ഇതൊക്കെ വലിച്ചു വയ്ക്കുമ്പോൾ അവരുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറും. ദെൻ യു ക്യാൻ ഫിൽ ഇറ്റ് വിത്ത് ഫില്ലേഴ്സ് ഇൻസൈഡ് ഹിയർ. ഈ ഇതൊക്കെ കളയും, അതൊക്കെ പറയാലോ. അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ആ ഈവൻ ഈ ലിപ്പിൽ വരെ നമ്മൾ ഈ ബൊട്ടോക്സ് അടിച്ച് കഴിഞ്ഞാൽ ലിപ്പ് കൺട്രോൾ ചെയ്യും. മസിൽ മൂവ്മെന്റ്സ് വരത്തില്ലല്ലോ അങ്ങനെ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ എല്ലാം കൂടെ ചേർത്തിട്ടാണ് അവർക്കത് കൊടുക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ആ കോൺവെക്സിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഡോക്ടർ പറഞ്ഞു പല്ല് നോക്കി പ്രായം അറിയാൻ പറ്റും. നമ്മൾ വെനീർ ചെയ്ത പല്ല്, ഈ വെനീർ ചെയ്ത പല്ലിനൊരു കോട്ടിങ് വന്നു കഴിഞ്ഞു, അത് വെച്ചിട്ട് എങ്ങനെ ഒരിക്കലും പ്രായം പറയാൻ പറ്റത്തില്ലല്ലോ. വെനീർ ചെയ്ത പല്ലിന് നോക്കി പറയാൻ പറ്റില്ല. പക്ഷേ വെനീറിനൊരു കാലഘട്ടമുണ്ട്, മാറ്റിയിട്ടാൽ പോരെ. മാറ്റിയിടണം. അപ്പോൾ അവസാനം വരെ ലൈക്ക് ഹൗഎവർ എത്ര കാലം നമ്മൾ ജീവിക്കുന്നു അതുവരെ ഏറ്റവും മനോഹരമായ ചിരി നമുക്ക് അവിടെ വെനീർ ചെയ്യാൻ പറ്റും. പിന്നെ പ്രായം പണ്ടത്തെ പോലെ മഞ്ഞപ്പല്ലാവൽ കണ്ടുപിടിക്കലൊന്നുമില്ല, ഗ്യാപ്പ് ഉണ്ടാവില്ല, ക്രാക്ക് വീഴില്ല. കാരണം വെനീർ ചെയ്യുന്ന മെറ്റീരിയൽ ഒരു ഗ്ലാസ്സാണ്. ഗ്ലാസ് ശരിക്കും ഈ പല്ലിലേക്ക് ഒട്ടിക്കുന്ന ടെക്നോളജിയാണ് അതിനകത്ത് ഏറ്റവും സെൻസിറ്റീവ്. അതങ്ങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ആക്ട്സ് ലൈക്ക് എ സിംഗിൾ യൂണിറ്റ്. അപ്പോൾ പുക വലിച്ചാൽ അതിൽ പാടില്ല, ബാക്കിൽ വരും, പക്ഷെ ഫ്രണ്ടിൽ വരില്ല. സെറാമിക്കിൽ സ്റ്റെയിൻ അധികം വരത്തില്ല. മൊത്തത്തിലൊരു മാറ്റം, വിപ്ലവം ചുറ്റും നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഉറപ്പായിട്ടും അത് നമ്മളൊക്കെ അതിൻ്റെ സന്തോഷത്തിലാണ്. അല്ല, ഞങ്ങൾ എല്ലാവരും എല്ലാവരും ഏറ്റെടുത്തു തുടങ്ങിയത്. അതെ. ഇപ്പോൾ ഡോക്ടർ ഒരു തുടക്കം കൊണ്ടുവന്നു, കോസ്മെറ്റിക് ഡെന്റിസ്ട്രി എന്ന് പറയുന്നത് കൊണ്ടുവന്നത് ഇപ്പം വ്യാപിച്ച് കേരളത്തിൽ എല്ലായിടത്തും അത് വ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ ഈ 5 വർഷത്തിൽ ഈ 300 അതിലേറെ ചെയ്യാൻ സാധിക്കട്ടെ എന്നും ഒരുപാട് പേരെ മെൻറ്റർ ചെയ്യാൻ പറ്റട്ടെ എന്നും. കാരണം ഡോക്ടറുടെ പോലത്തെ തോട്ട് പ്രൊവോക്കിംഗ് കാര്യങ്ങൾ, ഒരു ചെറിയ ഒരു സ്പാർക്ക് കിട്ടിയ
ഇല്ലാത്തടത്ത് സ്പാർക്ക് ഉണ്ടാക്കിയാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഡോക്ടർ. ഐവ് സീൻ ഇറ്റ്. താങ്കളുടെ പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. മലയാളത്തിലെ പല മനോഹരമായ ചിരികളും ആ വഴി വന്ന് പോയിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുപോലെ ഒരുപാട് ചിരികൾ സമ്മാനിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ഡോക്ടർ. താങ്ക് യു താങ്ക് യു വെരി മച്ച്.